അച്ഛന്റെ പ്രസവം കേട്ട് നന്നാവാന്ന് വിചാരിച്ചതാ. തുടങ്ങി ബഹളം. ഒരു സ്വസ്ഥത വീട്. വീട്ടിൽ സമാധാനം കിട്ടുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. മുണ്ടാപ്പാടം മന്ദിരത്തിലാക്കാം. എന്നാൽ ഒട്ടും താമസിക്കണ്ട. ഉയർന്ന മുമ്പേ കൊണ്ടാക്കണം. അടുത്ത വർഷമെങ്കിലും സമാധാനത്തോടെ ജീവിക്കണം. കൊണ്ടുവാ പിള്ളാരെ. അമ്മച്ചിക്ക് സന്തോഷമായല്ലോ. സന്തോഷായി. പിന്നെ വെള്ളിയാഴ്ച പള്ളിയിലെ വർഷാവസാന ശുശ്രൂഷയ്ക്ക് നമുക്ക് ഒരുമിച്ച് പോകണം. ന്യൂ ഇയർ കുർബാന കൂടി പുതുവർഷം ദൈവത്തോടൊത്ത് ആരംഭിക്കാം. അതെ അമ്മച്ചി, ഇന്നത്തെ അച്ഛന്റെ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ തീരുമാനിച്ചായിരുന്നു. ഇതൊരു കുര്യാച്ചനോ? എന്താ വിശേഷം? നമ്മുടെ യോനാച്ചൻ നാട്ടിലെത്തിയിട്ടുണ്ട്. അവരെന്നെ കാശുകാരനായ ഗൾഫിൽ പോയതിന്റെ ഗുണേ. ഡിസംബർ 31 വൈകിട്ട് അവനൊരു ന്യൂ ഇയർ പാർട്ടി ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാം അവന്റെ ചെലവാ. അൺലിമിറ്റഡ് ഫണ്ണാ. ആണോ? മറ്റേ സാധനങ്ങളെല്ലാം കാണുമല്ലേ? പള്ളിയിൽ പോകണമെന്ന് വിചാരിച്ചതാ. അമ്മച്ചി ഒന്നും മിണ്ടാതിരുന്നേ. അടുത്ത വർഷം ന്യൂ ഇയർ കുർബാനയില്ലേ? ഇങ്ങനത്തെ പാർട്ടി വല്ലപ്പോഴേ കിട്ടും, അതും 5 പൈസ ചെലവില്ലാതെ. എടാ കുര്യാച്ച, നീ വിട്ടോ? വെള്ളിയാഴ്ച കാണാം. എന്റെ വണ്ടിയിൽ പോവാം. എടാ മോനെ, എടോ, ഇതിൽ കുറച്ച് പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഞാൻ ഈ ഫയൽ നിങ്ങളോട് പഠിക്കട്ടെ. ഇതാ സാറ് 1,00,000 രൂപ. സാർ പൈസ സാറാ ഫയലിനപ്പെട്ട നമ്മൾ മുമ്പും ഇതൊക്കെ ചെയ്യാനുള്ളതല്ലേ. ഞാൻ ഇനി പോലെ ഇങ്ങനെ ചെയ്യില്ല. ഇന്നലെ പള്ളിയിലെ പ്രസംഗം എന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കി. എന്താ മോളെ, എന്താണ് ഇപ്പം പറഞ്ഞത്? അവധി കിട്ടിയോ? ഇല്ല അപ്പച്ച, ഫീസ് അടയ്ക്കാനായിട്ട് കോളേജിൽ നിന്ന് ഇനി ഫീസ് അടയ്ക്കാതെ കോളേജിൽ എന്നെ കേട്ടില്ല. ദൈവമേ, ഞാൻ എഴുതുകയാണല്ലോ. ഇതാ സാറേ 1,00,000 രൂപ. സാറേ പൈസ എടുത്ത് മോളുടെ ഫീസ് അടച്ചോ. അതിന്റെ കൂടെ നമ്മുടെ ഫയലും കൂടി എണ്ണപ്പെടുത്തുക. ദൈവമേ, വചനം അനുസരിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ലോകത്തിന് മുമ്പിൽ ഞാൻ തോറ്റുപോകുന്നു. സഹിച്ച ഇവിടുത്തെ അമ്മച്ചിക്കും എൻ്റെ അമ്മച്ചിയുടെ അതേ അസുഖമായി ഓർമ്മക്കുറവ്. അതേ തോമാച്ച. സഹിച്ച എൻ്റെ അമ്മച്ചി ഞാൻ വൃദ്ധസാനത്തിലാക്കി. നിനക്കും നിന്റെ അമ്മച്ചിയെ വൃദ്ധസാനത്തിലാക്കി കൂടെ? എന്താ തോമാച്ച നീ പറയുന്നത്?
അപ്പനെ അമ്മയെ ബഹുമാനിക്കുക എന്നും വൃദ്ധരാകുമ്പോൾ അവരെ ഉപേക്ഷിക്കരുതെന്നും വചനത്തിൽ പറയുന്നുണ്ട്. എന്ത് പ്രശ്നം വന്നാലും ഞാൻ എൻ്റെ അമ്മയെ വൃദ്ധമന്ദിരത്തിലാക്കിയിട്ടില്ല. ഈ ധൈര്യം എനിക്കില്ലാതെ സണ്ണിച്ച, ആ തോമാച്ചനുണ്ടല്ലോ. നമ്മുടെ യോനാച്ചൻ അടിപൊളി ന്യൂ ഇയർ പാർട്ടി ഈ വെള്ളിയാഴ്ച നടത്തുന്നുണ്ട്. നിങ്ങളെ വിളിക്കാനാ ഞാൻ വന്നത്. അവറാച്ച, ഞാനില്ല. പുതുവർഷം ദൈവത്തോടൊത്ത് ആരംഭിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ വർഷാവസാന ശുശ്രൂഷയ്ക്കാണ് പോകുന്നത്. ഇവരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇവനൊരു പോറണം. വാ, നമുക്ക് പോകാം. സാറേ, ഞാൻ ബാലപ്പണിയുടെ കാര്യം പറയാനാണ് വന്നത്. സാർ അപ്പായി ഒപ്പിട്ടോ? എടോ, അതിൽ ഞാൻ ഒപ്പിടില്ല. അതിൽ പല കുഴപ്പങ്ങളുണ്ട്. ഇതാ സാറേ 3 ലക്ഷം രൂപ. സാർ ഈ പൈസ എടുത്തിട്ട് സാർ ആ ഫയലൊക്കെ പോയിട്ട് സാറിന് ഒത്തിരി ആവശ്യങ്ങളുള്ളതല്ലേ? എടോ, താൻ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നത്. താങ്കൾക്ക് മുമ്പ് പലരും ഇതുപോലെ വന്നിട്ടുണ്ട്. ഞാൻ ആരുടെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങിയിട്ടില്ല. സമ്മാനം ജ്ഞാനികളുടെ കണ്ണ് കുരുടാക്കുന്നു എന്ന് വചനത്തിൽ പറയുന്നുണ്ട്. ഞാൻ ഒരിക്കലും കൈക്കൂലി വാങ്ങില്ല. വചനം കെട്ടി ജീവിക്കുകയില്ല. ഇയാളോട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. സന്ധ്യയായല്ലോ. അമ്മച്ചി, നിസി, മക്കളെ വിളിക്ക്. കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയമായി. നമുക്ക് പ്രാർത്ഥിക്കാം. എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിക്കും. ആമേൻ. To live out the word of God is difficult, but not impossible. ദൈവവചനം അനുസരിച്ച് ജീവിക്കാൻ അല്പം പ്രയാസമാണ്, എന്നാൽ അത് അസാധ്യമല്ല, സാധ്യമാണ്. നമുക്കേവർക്കും വചനത്തിൽ ജീവിക്കാം. നന്ദി.